പുരാതന കാലത്ത് ഋഷിമാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ തെറ്റാണോ? തെറ്റാണെങ്കിൽ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തിന് പ്രാധാന്യം ഇല്ല. ഇപ്പൊ ഋഷിമാരില്ലേ? അത് പുരാതന കാലത്തേ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഋഷിയുണ്ട്. നമ്മളൊക്കെ ഋഷിമാരാ. നിങ്ങളുടെ മാനസിക ലോകത്ത് നിങ്ങൾ ഋഷിയാണ്. ആ ഋഷിയാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നു, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, അന്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ക്ഷേത്രം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു തവണ പറയേണ്ടി വന്നു, മനുഷ്യനുണ്ടാക്കിയ തന്നെയാണ് ക്ഷേത്രമായി. ഒരു മനുഷ്യന്റെ സങ്കല്പത്തിൽ നിന്ന് വന്നതാണ് ക്ഷേത്രം. ആ വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാണ്. ആ മന്ത്രം മനുഷ്യനാണ് അതിനെ സംവിധാനം ചെയ്തെടുത്തത്. ഇത് മുഴുവൻ മനുഷ്യനുണ്ടാക്കിയതാണ്. ഇന്നും ഋഷിതുല്യനായ ഒരാളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരുമ്പോൾ അയാൾ ചില കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഋഷിയാണ് നമ്മുടെ ലോകത്ത് എന്ന് പറഞ്ഞല്ലോ. അന്ന് ഋഷിമാർ പറഞ്ഞു, കലികാലം എന്നുള്ളൊരു കാലം വരും. കലികാലം. ഇപ്പൊ കലികാലമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. എന്താ അറിയോ, ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടവർക്കല്ലേ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1950 തന്നെ പറഞ്ഞിരുന്നില്ലേ, ഇത് കാലം മാറി, മോഡേൺ സയൻസിന്റെ യുഗമാണ് എന്നന്ന് പറഞ്ഞില്ലേ. തീപ്പെട്ടി കണ്ടുപിടിച്ച കാലത്ത് എന്തായിരിക്കും പറഞ്ഞത്? സയൻസ് എവിടെ എത്തി? മോഡേൺ സയൻസ്. ഒരു കൊള്ളി അങ്ങോട്ട് ഒരസിയാൽ ആ ഒരസുമ്പോൾ തീ വരികയാണ്. അതും കഴിഞ്ഞിട്ട് 1975 ഒരു സിനിമ, ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ നായകൻ പാട്ട് പോലെയാണ്. കാലം മാറി. 1975 ആണ് ആ പാട്ടിൻ്റെ ആദ്യത്തെ വരി. പണ്ടത്തെ കാലമല്ല. അപ്പോൾ ആ 1975 കാലം മാറിയെന്നാണ്. അന്ന് ഈ മൊബൈൽ ഫോണും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല. കലികാലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്പീഡ് കൂടുതലാണ്. ഇതാണ് കലികാലം. നമ്മൾക്കൊക്കെ സ്പീഡ് കൂടിയിട്ടാണ് നമ്മുടെ അന്ത്യം. എന്ത് കാര്യവും എപ്പോഴും സ്പീഡ്, ടെൻഷൻ അടിക്കുക. ഇതാണ് കലി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ് അർത്ഥം. കോഴിക്കോട് നിന്ന് 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തും. പ്രശ്നം കഴിഞ്ഞോ? ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പറയില്ല, 1 മണിക്കൂർ വേണം രാവിലെ നേരം വിളിച്ചാൽ അവിടേക്ക് എത്താൻ. ഇതിനേക്കാൾ നേരത്തെ എത്താൻ വല്ല മാർഗമുണ്ടോ? ഇതാണ് പട്ടാമ്പിക്കാരനാണ്. എനിക്ക് കോഴിക്കോട് നിന്ന് വന്നിട്ട് പട്ടാമ്പിക്ക് മടങ്ങണമെങ്കിൽ രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരം മടങ്ങിയെത്താൻ പറ്റില്ല, രാത്രിയാവും. ഒരു ലൈൻ ട്രെയിനാണ് ഓടുന്നത്, എല്ലാ സ്റ്റേഷനിലും നിർത്തി ഇവിടെ എത്തി മടക്കം രാത്രിക്ക് എത്താൻ പറ്റുള്ളൂ. കാലം മാറിയില്ലേ? ഫ്ലൈറ്റിൽ രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് ബോംബെ പോവാം, വൈകുന്നേരത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കാം, അടുത്ത ഫ്ലൈറ്റിൽ മടക്കം ചെയ്യാം. കാലം മാറി. അന്ന് പറഞ്ഞു ഇതുമല്ല കലികാലം, ഇതുമല്ല കലികാലം. ശവസംസ്കാരം ഫോണിലൂടെ കാണാം. ഇപ്പം തന്നെ സ്പേസ് ഇല്ലാതെയായില്ലേ? പേരക്കുട്ടിയോളെ അവരെ കളി എന്താണ്? മീനാക്ഷി രാവിലെ കൂട്ടാൻ വെച്ചേ? അപ്പം അമ്മോട് മകള് പറയണു കൂട്ടാൻ എന്നത് വെച്ചു. ഇന്നലത്തെ കൂട്ടാൻ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ഒന്നും കഴിച്ചു.
കുട്ടികൾ കളിക്കുന്നത് കാണാം. മുത്തശ്ശി കുട്ടികളോട് ഡെയിലി സംസാരിക്കാമല്ലോ. ഇനിയും സ്പീഡ് കൂടിയത് എന്താണ് ആ സ്പീഡ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം അങ്ങോട്ട് സ്പീഡ് കൂടി കലികാലമാണെന്നൊക്കെ പറയുമ്പോൾ ആവണമെന്നില്ല. കലി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ ഇളകുമ്പോൾ അതുവരെ ട്രെയിൻ ഇളകാത്ത കണ്ടില്ലെങ്കിൽ ഇളകിത്തടങ്ങി. എന്തൊരു സ്പീഡാ! ആ വണ്ടി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അത് വരാൻ പോണ സ്പീഡ് എന്താണ് അതിന്? അത് എത്തിയിട്ടില്ല. എത്തിയത് വെച്ചിട്ട് തീവണ്ടിക്ക് സ്പീഡ് ഭയങ്കരം എന്ന് പറയും മാതിരി ഒരു കാലം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഋഷിമാർ പറഞ്ഞു കലികാലം. ആ കലികാലത്ത് 3 കാര്യങ്ങൾ ഉണ്ടാകുകയില്ല. വേണമെങ്കിൽ അവർ പറയുന്നത് വിശ്വസിച്ചുള്ളൂ. വിശ്വസിക്കാൻ തയ്യാറില്ലാത്തവർ വേണ്ട. ഇത് എന്തെങ്കിലും നുണയാണ് ഞാൻ ഈ പറയണതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ പറയുക? കലികാലമായിട്ടില്ല. കലികാലത്തിലെ കാര്യമാണ് പറഞ്ഞത്. സ്നേഹം എന്നൊന്നും ഉണ്ടാവുകയില്ല കലികാലത്ത്. ഇപ്പം അങ്ങനെ സ്നേഹം കൊണ്ട് ഒട്ടുമില്ല എന്ന് പറയാൻ കഴിയുമോ? അപ്പം കലികാലമായിട്ടില്ല, വരാൻ പോണുള്ളൂ. കലികാലം എത്തിയെന്ന് തോന്നുന്നവർക്ക് ഏറ്റവും ഒന്ന് വലിയൊരു പ്രശ്നം സ്നേഹമുള്ളവരില്ല. ഒന്നിനോട് സ്നേഹമില്ല. കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് സ്നേഹമില്ല. അല്ലെങ്കിലേ ഇല്ല. അവർക്ക് അവരുടെ കാര്യമുള്ളൂ. തിരിച്ചും സ്നേഹമില്ല. ചിലവർ പറയണവരുണ്ട് സ്നേഹമില്ലാത്തവർ, നമ്മുടെ ചുറ്റുമുള്ളവർ. സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നില്ല, അത് കള്ളത്തര. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല. അല്ല, നിങ്ങൾ പിന്നെ ശത്രുരാജ്യത്ത് എൻ്റെ ദേശം എന്ന് പറഞ്ഞാൽ അത് വസുദൈവ കുടുംബകം, അതാണ് എൻ്റെ ദേശം ഒക്കെ കള്ളത്തരം പറയുക. എനിക്ക് അമ്മയോട് സ്നേഹമില്ല എന്ന് ആരെയാ പറഞ്ഞ്? അത് ഉള്ളിലാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാനുള്ളതല്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹമല്ല അത്. ഫുൾ സ്റ്റോപ്പ്. എന്നെ കാണാത്തവരും എന്നെ ചിരിക്കാത്തവരും ഒരു പ്രത്യേക കാര്യം വരുമ്പോൾ എന്നെ അഭിനന്ദിക്കാത്തവരൊന്നും എന്നോട് സ്നേഹമുള്ളവരല്ല. ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് അവരോട് സ്നേഹമില്ല. 5 കൊല്ലമായി കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ഗേറ്റിൻ്റെ അതിലെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറുകയും ചെയ്തിട്ടില്ല. സ്നേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മയെ ദ്രോഹിക്കുക. എന്നിട്ട് എന്താ എനിക്ക് അമ്മയോട് സ്നേഹം ഹൃദയത്തിലാണ്. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹമില്ല. ഏത് സമയത്തും ലിവിങ് ടുഗദർ അല്ലേ, ഒരുമിച്ച് ജീവിക്കല്ലേ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ത്യാഗത്തിൻ്റെ അവസരം വരുമ്പോഴും നമ്മൾ ത്യജിക്കണം. സ്നേഹമില്ല. പ്രേമകഥകളിൽ എഴുതിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഒരു കാര്യം പറയണു, അങ്ങനൊരു കാര്യമില്ല. നഗരത്തിലെ കോടീശ്വരൻ, അവിടുത്തെ എസ്റ്റേറ്റുകൾ മുതൽക്ക് എല്ലാം അയാളുടെയാണ്. ആ കോടീശ്വരൻ്റെ ഏകപുത്രി, ഒരു മകളേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നവന് ഇയാളുടെ മുതൽ മുഴുവൻ ഈ മകന് കല്യാണം കഴിച്ച ആൾക്ക് കിട്ടും. അവൾ സുന്ദരി, പഠിപ്പുള്ളവൾ, നന്നായി പാട്ട് പാടും, ഡാൻസ് ചെയ്യും. അവളെ പ്രേമിച്ച് ലവായി ഒരുത്തൻ്റെ കാമുകിയാണ്. ഓനിപ്പോൾ എന്ത് ത്യാഗമുള്ളത്. എല്ലാം തികഞ്ഞ അവളെ പ്രേമിച്ചു. അതിലെന്താ വെച്ചാൽ സിനിമയിലത്തെ പ്രേമം എങ്ങനെ പ്രേമാവുക? ഇവിടെ ഭൂമിക്ക് ഭയങ്കര വിലയുള്ള സ്ഥലങ്ങളുണ്ട്.
നിരത്ത് വെക്കൽ. എനിക്ക് ആ സ്ഥലത്തുകൊണ്ട് ഭയങ്കര പ്രേമട്ടോ. പ്രേമം എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര വിലയുണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് മറിച്ച് വെക്കാം. എനിക്കൊരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു സ്ഥലം ഉള്ളോട്ടുണ്ട്, എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സ്നേഹം. വയ്യാതെ കിടക്കുന്ന ഒരു ബന്ധുവിനോട് വേണ്ടി ത്യാഗം സ്നേഹമാണ്. ഭാര്യാഭർത്താക്കന്മാർ വരെ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വയസ്സാകുമ്പോഴേ അറിയുള്ളൂ. ഭർത്താവിൻ്റെ ഈ സൗന്ദര്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടൊന്നും എടുക്കാനില്ലാത്ത അവസരത്തിൽ ഒരു മൂട്ട കടിക്കാൻ വരുമ്പോൾ ആ മൂട്ടയെ അവിടുന്ന് മാറ്റി ഭർത്താവിന് വേണ്ടി ഉറക്കൊഴിച്ചിരിക്കുന്നതാണ് സ്നേഹം. ഭാര്യയ്ക്കും സ്നേഹമില്ലായ്മ വരും. നമ്മൾ വിചാരിക്കും സ്നേഹമുണ്ടെന്ന്. ചില പ്രൊഫഷനൊക്കെ ഉള്ളവരിൽ ആ പ്രൊഫഷനിൽ നിൽക്കുന്നവർ ആർക്കും പരസ്പര സ്നേഹമില്ല. പിന്നെ കൂടുതൽ വിസ്തരിക്കട്ടല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, സ്നേഹമുണ്ട്. കലികാലമായിട്ടില്ല. കലികാലത്തിന് സ്പീഡ് വരാൻ പോണേ ഉള്ളൂ. സ്നേഹമുള്ളവർ ഇല്ല. മക്കളുണ്ടെങ്കിൽ നന്നായിരുന്നു. സ്നേഹമില്ലാത്ത മക്കളെ കൊണ്ടെന്താ കാര്യം? സ്നേഹമില്ലാത്ത പിതാവിനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനാണ് സ്നേഹം. ആ പരിപാടി അച്ഛനില്ല. ഒരു സ്നേഹവും അച്ഛനില്ല. മക്കൾക്ക് വേണ്ടി ഒന്നും കൊടുക്കില്ല. ഇവര് ചത്തു പോകുമ്പോൾ എന്നെ നോക്കാണ്ടാവില്ല. മരിച്ചതിന് ശേഷം മുതൽ കിട്ടി. എന്തെങ്കിലും ഗുണം അച്ഛനെ പറ്റി പറയാനുണ്ടോ? ഒരു ഗുണവും പറയാനില്ല. അത് നിവൃത്തിയില്ല. അപ്പോൾ ഒരാൾ പറയുമ്പോഴേ അച്ഛനെ ഉള്ളിലായിരുന്നു സ്നേഹം, പുറത്തേക്ക് പഠിപ്പിക്കില്ല. ഉള്ളിലെ സ്നേഹം കൊണ്ട് കാര്യമില്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹം ശരീരത്തിൽ പുരട്ടാത്ത അത്തറ് പോലെ. അത് പുരട്ടുമ്പോഴല്ലേ ആ ഗന്ധം തിരിച്ചറിയുക. അല്ലെങ്കിൽ എന്താ കാര്യം? പുറത്ത് പറയാറില്ലെങ്കിൽ ശരി, എൻ്റെ ബന്ധുക്കളിൽ 70% എന്നോട് സ്നേഹമില്ല. അല്ല, സ്നേഹം അവർ ഉള്ളിലുണ്ട്. അതിനൊക്കെയുള്ള കാര്യം. എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. നന്നായിരിക്കണം കേട്ടോ. ഭാര്യ നന്നായി പാചകം ചെയ്യും. അത് നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും ഭാര്യ അഭിനന്ദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് സ്നേഹം ഉള്ളിൽ വെച്ചിരിക്കുക. ഇന്നത്തെ സാമ്പാർ നന്നായിരിക്കണമെന്ന് പറയണ്ടേ? സ്നേഹമില്ലാത്തവർ ധാരാളം ഉണ്ടാവും. ലിവിങ് ടുഗദർ എന്നുള്ള വാക്ക് ഇപ്പോഴാണ് വന്നത്. പക്ഷെ നമ്മളെയൊക്കെ പണ്ടേ തുടങ്ങിയില്ലേ ലിവിങ് ടുഗദറിനെ. ഒരു മുരടനായ ഭർത്താവ്, മനുഷ്യപ്പറ്റില്ലാത്ത ഭാര്യ, സ്ഥായി ഇല്ലാത്ത മക്കള്, ഇതിൻ്റെ പേരാ ലിവിങ് ടുഗദർ. അതൊക്കെ പണ്ടേ തുടങ്ങി. കലികാലത്ത് സ്നേഹമില്ലായ്മ ഉണ്ടാകും. രണ്ടാമത്തെ, ആരോഗ്യമുള്ളവർ ഉണ്ടാവുകയേയില്ല. സുഖല്ലേ? സുഖമാണ്. അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു അസുഖം അവർക്കുണ്ടാവും. സകലവർക്കും സൂക്കടാണ്. അപ്പോൾ സൂക്കട് വന്ന് ഒരാളുടെ സഹായം റെഡി, അയാളെ കൂട്ടി ആശുപത്രിയിൽ പോയി. സഹായിച്ച ആളും പറയാം നിൽക്കും വയ്യ. ഞാൻ പിന്നെ പുറത്ത് പറഞ്ഞതില്ല, പുറത്ത് പറയാറേ ഉള്ളൂ. എനിക്ക് ഒട്ടും വയ്യ. ആണോ? ഞാൻ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടിയിട്ട് ഒരു ലോട്ടറിയൊക്കെ അടിച്ച ഒരു തറോ ചെക്കപ്പ് നടത്തണമെന്നുണ്ട്. തറോ ചെക്കപ്പ് നടത്തുന്ന ആൾക്കും അസുഖമാണ് ഡോക്ടർക്ക്. ആരോഗ്യമില്ലാത്തൊരു സംഭവം. അച്ഛന് അസുഖം, അമ്മയ്ക്ക് മുട്ടുവേദന. നമ്മളെ ഓരോരുത്തരും അസുഖങ്ങൾ അലട്ടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും, നിങ്ങളെയും എന്നെയൊക്കെ. എനിക്ക് ഒരു അസുഖവും ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം കുറയും. കലികാലത്ത് സ്പീഡ് കൂടിയാൽ അങ്ങനത്തെ ഉണ്ടാവില്ല.
അപ്പോൾ സ്നേഹമില്ലായ്മ ഒരു ഭാഗം, ആരോഗ്യമില്ലായ്മ ഒരു ഭാഗം. ഋഷിമാർ പറഞ്ഞതാണ്, നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സ്വസ്ഥത ഒരാൾക്കുണ്ടാവില്ല. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ സ്വസ്ഥാനത്തേക്ക് വരുമ്പോൾ മാത്രമേ സ്വസ്ഥത കിട്ടുള്ളൂ. എനിക്ക് സ്വസ്ഥത കിട്ടാനാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്, പിറ്റേ ദിവസം അങ്ങോട്ട് കമൻ്റാണ് എന്നെ ചീത്ത പറഞ്ഞിട്ട്. വേണ്ടായിരുന്നു. ഉറക്കം കിട്ടാത്ത രീതിയിൽ ചീത്ത കേൾക്കുകയാണ്. അപ്പം ആദ്യം ഇത് ചെയ്തെന്തിനാ? സ്വസ്ഥതയ്ക്ക്. അത് അത്രയും ഫേസ്ബുക്കിൽ എഴുതിയാലേക്ക് സ്വസ്ഥത കിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ കിട്ടിയോ? ഏറ്റവും ലേറ്റസ്റ്റ് ഭാഷ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ പൊങ്ങാല ഇടുകയാണ് ഇപ്പോൾ. പൊങ്ങാല ഇട്ടു അയാളെ. പൊങ്കാലയുടെ അർത്ഥം അറിയില്ല കേട്ടോ. പൊങ്കാലയ്ക്ക് വളരെ വിശേഷാർത്ഥമുണ്ട്. ഇന്നിപ്പോൾ വിഷയം അതല്ല. ആർക്കും സ്വസ്ഥതയില്ല. വളരെ നിഗൂഢമായുള്ള രഹസ്യങ്ങൾ പറയണമെങ്കിൽ കേൾക്കുന്ന ആളെ ശ്രദ്ധിക്കുക. ചൂണ്ടുവിരൽ ഇളകുണ്ടാവും. ചൂണ്ടുവിരലും ബ്രെയിനും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനാണ്. അതും അല്ലെങ്കിൽ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അസ്വസ്ഥമാവും. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ദേവതകളുണ്ട്. ആ ദേവതകൾ അസ്വസ്ഥരാകും. സ്വസ്ഥതയുള്ളൊരൊറ്റ ആളെയും കാണില്ല. വാഹനം എടുത്തു, മംഗലാപുരത്തു നിന്ന് ഈറോഡിലേക്കാണ് പോണത്. ആ ഡ്രൈവർ മനസ്സുകൊണ്ട് ഈറോഡിലെത്തി. മംഗലാപുരത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് അവളെത്തി. വീട്ടിലെ കാര്യം, അവിടുത്തെ വഴക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ മറ്റാളോട് ഇന്ന പോലെ ഞാൻ മറുപടി പറയണം. അവിടെ എത്തിയിട്ടില്ല. വണ്ടി അവിടുന്ന് പോന്നിട്ടേ ഉള്ളൂ. ഇവിടുന്ന് വേറൊരു വാഹനം സേലത്ത് നിന്ന് പോവുകയാണ്. എവിടേക്ക്? ചിക്കമംഗലൂർക്ക്. ആ വാഹനം എങ്ങനെയാണ്? ആ ഡ്രൈവറും ഇതേമാതിരി തന്നെ. വാഹനം അങ്ങോട്ട് കൂട്ടിയിടിക്കണ ഒരു പ്രത്യേക പോയിന്റ്, രണ്ടു കൂട്ടടി. അവരിപ്പോഴാണ് ഭൂമിയിൽ വന്നത്. രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് എത്ര കാര്യം അസ്വസ്ഥതയുണ്ടോ? ഏത് സമയത്തും മനസ്സുകൊണ്ട് നമ്മൾ അസ്വസ്ഥരല്ലേ? അല്ല, എനിക്ക് സ്വസ്ഥതയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കലികാലം വരാൻ പോണേ ഉള്ളൂ. ഋഷിമാർ പറഞ്ഞു, കലികാലത്ത് 3 കാര്യങ്ങളുണ്ടാവും. ആരോഗ്യമുള്ളവരുണ്ടാവില്ല, സ്നേഹമുള്ളവരുണ്ടാവില്ല, സ്വസ്ഥത ഉള്ളവരും ഉണ്ടാകില്ല. ഈ വിഷയം ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.